الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം ഈമാനോടെ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവ എല്ലാവർക്കും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് ഫലസ്തീനികൾക്കും അള്ളാഹു മോചനവും സൗഖ്യവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബക്കറ്റ് കളക്ഷന്റെ കാര്യം ആമുഖമായി ഉണർത്തുകയാണ്. കുറച്ചാഴ്ചകളായിട്ട് അതിനകത്ത് സംഖ്യകൾ കുറഞ്ഞു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ ചെയ്യുന്ന സദഖ നമ്മുടെ നാട്ടിലെ മഹല്ലിലെ ധാരാളം പാവപ്പെട്ടവർക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുന്ന, ചികിത്സാവശ്യാർത്ഥവും വീടുണ്ടാക്കാനൊക്കെ ഉപയോഗപ്പെടുന്ന വലിയൊരു ചാരിറ്റി ഫണ്ടാണ് നമ്മുടെ ഈ ബക്കറ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന വലിയൊരു സദഖയാണ്. അതുകൊണ്ട് തന്നെ റമദാൻ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവരും കാര്യമായി അതിൽ സഹകരിക്കണം. അള്ളാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആപത്തുകളും രോഗങ്ങളൊക്കെ മാറിപ്പോകാൻ അള്ളാഹു ഇതെല്ലാം ഒരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. അബ്ബാസി ഖലീഫമാരിൽ വളരെ പ്രമുഖനായ ഒരു ഖലീഫയാണ് ഖലീഫ ഹാറൂൻ റഷീദ്. ഇന്നത്തെ 20ഓളം വരുന്ന രാജ്യങ്ങളെ ഒരുമിച്ച് ഭരിച്ച ശക്തനും ഭക്തനുമായ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഹാറൂൻ റഷീദ്. അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ പണ്ഡിതന്മാരെ താമസിപ്പിക്കുകയും പണ്ഡിതന്മാരോട് ഉപദേശങ്ങൾ തേടുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ ഒരു പണ്ഡിതനോട് ഇന്ന് എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ 2 ചോദ്യങ്ങൾ ഹാറൂൻ റഷീദിനോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു ദീർഘയാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ തീർന്നു, വെള്ളവും തീർന്നു, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ദാഹം കൊണ്ട് തൊണ്ട വറ്റി വരണ്ടു, വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിക്കുമെന്നൊരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരാമെന്ന് പറഞ്ഞു. പക്ഷെ വെള്ളത്തിന് പ്രതിഫലമായി അദ്ദേഹം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ രാജ്യത്തിന്റെ പകുതി ഭരണമാണ്. നിങ്ങളുടെ കീഴിലുള്ള അധികാരത്തിലുള്ള രാജ്യങ്ങളുടെ പകുതി ഭാഗം അദ്ദേഹത്തിന് കൊടുത്താലേ ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഖലീഫ ഹാറൂൻ റഷീദ് അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ ആ വെള്ളം തരുന്ന ആൾക്ക് എന്റെ രാജ്യത്തിന്റെ പകുതിയും കൊടുക്കും. കാരണം അപ്പോൾ എനിക്ക് എന്റെ ജീവൻ നിലനിർത്താൻ കഴിയും. എനിക്ക് ഭരിക്കാൻ പകുതി രാജ്യങ്ങളുണ്ടല്ലോ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു പണ്ഡിതൻ, നിങ്ങൾക്ക് മൂത്രം പോകാതെ മൂത്രാശങ്ക ഉണ്ടാകുന്നു, വയറ് വീർത്തു വരുന്നു, ഡോക്ടർമാർ നിങ്ങൾക്ക് മരുന്ന് തന്നിട്ടും വിദഗ്ധമായ ചികിത്സകൾ ചെയ്തിട്ടും നിങ്ങളുടെ മൂത്രം പോകുന്നില്ല, നിങ്ങളിങ്ങനെ മരിക്കുമെന്നൊരു ഘട്ടത്തിൽ ഒരു വിദേശിയായ ഒരു വൈദ്യൻ നിങ്ങളുടെ ഈ രോഗത്തിന് മരുന്ന് തന്നാൽ ആ മരുന്നിന് പ്രതിഫലമായി നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി അധികാരം കൂടി ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പകുതി അധികാരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതുകൂടി കൊടുത്താലേ നിങ്ങളുടെ രോഗത്തിന് മരുന്ന് തരൂ എന്ന് ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും?
ഹാറൂൺ റഷീദ് അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കയ്യിലുള്ള ബാക്കി സ്ഥലം കൂടി ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കും. കാരണം അപ്പോഴും എനിക്ക് എന്റെ ജീവൻ നിലനിർത്താമല്ലോ. ജീവനുണ്ടെങ്കിൽ അധികാരം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ജീവനുണ്ടെങ്കിൽ സമ്പത്ത് സമ്പാദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അധികാരം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ജീവിതം കൂടി അവസാനിപ്പിച്ചാൽ പിന്നെ നേടിയെടുക്കാൻ കഴിയില്ല. അവിടെയെല്ലാം അസ്തമിക്കുകയാണ്. പക്ഷെ മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, അധികാരം നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അവിടെ ജീവിതം അവസാനിപ്പിക്കുക, ഇനി അങ്ങോട്ട് ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കുക, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുക. ഇത് അടുത്ത കാലത്തായി നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു മനുഷ്യ സ്വഭാവമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിന്റെ 19 മുതലുള്ള ആയത്തുകളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുവാ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ചപലനായിട്ടാണ്. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവന് നഷ്ടം വന്നാൽ, അവന് അപകടം വന്നാൽ, അവന് പ്രയാസങ്ങൾ ഉണ്ടായാൽ അവൻ പിന്നെ വെപ്രാളപ്പെടും. വഇദാ മസ്സഹുൽ ഖൈറു മനുഅ, ജീവിതത്തിൽ ലാഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ അവൻ അതിന്റെ പങ്ക് പറ്റാൻ ആരെയും അനുവദിക്കില്ല. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആർക്കും കൊടുക്കൂല. സാമ്പത്തികമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴോ പിന്നെ അവൻ ജസൂഅ, അവൻ വെപ്രാളപ്പെടുകയാണ്. അവൻ അവിടെ അവന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ആത്മഹത്യയിൽ മനുഷ്യൻ അഭയം പ്രാപിക്കുകയാണ്. ഇത് മനുഷ്യന്റെ സഹജമായൊരു സ്വഭാവമാണെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി പറയുന്ന 4 ഗുണങ്ങൾ ആരിലുണ്ടോ അവർക്ക് ഈ സ്വഭാവത്തെ മറികടക്കാൻ കഴിയും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഏത് തിരിച്ചടി നേരിട്ടാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന 4 ഗുണങ്ങളുള്ള ആളുകളെ അല്ലാഹു പരിചയപ്പെടുത്താണ്. ഇല്ലൽ മുസല്ലീൻ, ഒന്ന് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ, കൃത്യമായി നമസ്കാരമുള്ള ആളുകൾ. അവർക്ക് ഏത് പ്രതിസന്ധിയെയും പിടിച്ചു നിൽക്കാൻ കഴിയും. കച്ചവടം പൊട്ടിയാലും വിഷയമല്ല, അധികാരം പോയാലും വിഷയമല്ല, അവരോട് പിടിച്ചു നിൽക്കും. നിത്യമായി നിസ്കരിക്കുന്നവർ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, തങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, ഈ സമ്പത്ത് എന്റേതല്ല, എന്റേതു മാത്രമല്ല, ഇതിനകത്ത് എന്റെ മുന്നിൽ കൈനീട്ടി വരുന്ന ആളുകൾക്കൊരു അവകാശമുണ്ട്. എന്റെ മുന്നിൽ കൈനീട്ടി വരാതെ പ്രയാസങ്ങൾ മറച്ചുവെച്ച് ജീവിക്കുന്ന സാധുക്കൾക്കും ഒരു അവകാശമുണ്ട്. ഹഖ് എന്നാണ് അല്ലാഹുവിന്റെ പ്രയോഗം, എന്റെ ഔദാര്യമല്ല. അവർക്കൊരു അവകാശമുണ്ട്, അത് ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകൾ. ഇവരും ജീവിതത്തിൽ എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും ആത്മഹത്യയിലേക്ക് പോകൂല. അവകാശികളുടെ അവകാശം വകവെച്ചു കൊടുത്ത ആളുകൾ. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് വല്ലദീന യുസ്സദ്ദിഖൂന ബിയൗമിദ്ദീൻ, ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇതിനെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന, എന്റെ സമ്പത്തിനെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുന്ന, എന്റെ അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിന്റെ തിരിച്ചടികളിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കില്ല. നാലാമത് അല്ലാഹു പറഞ്ഞത് വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയമുള്ള ആളുകൾ. ദുനിയാവ് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, പരലോകമുണ്ട്, പരലോകത്തൊരു ശിക്ഷയുണ്ട് എന്ന് ഭയമുള്ള ആളുകൾ. ഈ 4 ഗുണങ്ങൾ ആരിലുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏത് തിരിച്ചടികളെയും അവർക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ തന്റെ 10 സെന്റ് ഭൂമിയെ നോക്കിക്കൊണ്ട് ഇതെന്റേതാണെന്ന് പറയുന്ന സമയം, നമ്മളങ്ങനെ പറയില്ലോ, ഇതെന്റെ ഭൂമിയാണ്, ഈ 10 സെന്റ്, ഈ 5 സെന്റ് എന്റേതാണ്, ഈ കടമുറി എന്റേതാണ്, ഇങ്ങനെ പറയുന്ന സമയത്ത് ഫതളഹഖുൽ അർളു എന്നാണ്, ആ ഭൂമി ചിരിക്കുന്ന, ആ 10 സെന്റ് ഭൂമി ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് പറയും, എടാ ഹമുക്കെ, ഇതെത്ര പേര് പറഞ്ഞതാണ്, ഇത് പറഞ്ഞ എല്ലാവരെയും ഞാൻ പിടിച്ചു, ഞാൻ അവരെ വിഴുങ്ങി, നിന്നെയും ഞാൻ വിഴുങ്ങും. നീ പറയുന്നത് 10 സെന്റ് നിന്റേതാണെന്നല്ലേ, നിന്നെയും ഞാൻ വിഴുങ്ങും. ഇനി നിനക്ക് ശേഷം പലരും ഇത് പറയും കയ്യിൽ വെച്ചിട്ട്, ഞാൻ അവരെയും വിഴുങ്ങും. ഭൂമി ഇങ്ങനെ ഇവനെ ഹമുക്കെ എന്ന് വിളിച്ചുകൊണ്ട്, വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ട് ചിരിക്കുമെന്നാണ്. അപ്പൊ ഭൂമി, ഈ ഭൂമിയിലെ സമ്പത്ത്, ഇതിന്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് പടച്ചതമ്പുരാനാണ്. അത് അല്ലാഹു ചിലർക്ക് കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കൂല. ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് അല്ലാഹു കുറച്ചു കൊടുക്കും.
വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത 5 പണക്കാരുണ്ട്. ഭൂമിയിൽ അല്ലാഹു ഏറ്റവും വലിയ അധികാരവും ഏറ്റവും സമ്പത്തും കൊടുത്ത 5 പേരെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. തിരുനബിയുടെ ഹദീസുകളും ആ വിഷയം പരാമർശിക്കുന്നുണ്ട്. അതിൽ 3 പേരും മുസ്ലിമീങ്ങളാണ്, 2 പേര് കാഫിരീങ്ങളാണ്. ഒന്ന് പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ്. അല്ലാഹു ഭൂമിയുടെ അധികാരം കൊടുത്തു, ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി തീർത്തു. ഈ സുലൈമാൻ നബി കണ്ണിമ വെട്ടുന്ന നേരം പടച്ചോനോട് എതിര് ചെയ്തിട്ടില്ല. 1000 കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു സുലൈമാൻ നബിക്ക്. ബിൽക്കീസിനെ വിവാഹം കഴിച്ചപ്പോൾ 6 കൊട്ടാരങ്ങളാണ് നിർമ്മിച്ചു കൊടുത്തത്, സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട കൊട്ടാരങ്ങൾ. സ്വർണം സുലൈമാൻ നബിയുടെ ശരീഅത്തിൽ നിഷിദ്ധമായിരുന്നില്ല. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാം പടച്ചോനെ മറന്നില്ല തന്റെ സമ്പത്ത് കൊണ്ട്. രണ്ടാമത് അള്ളാഹു സമ്പത്ത് കൊടുത്ത ഒരാൾ സൂറത്തുൽ കഹ്ഫിൽ ചർച്ച ചെയ്യുന്ന ദുൽഖർനൈനിക്ക് അള്ളാഹു ലോകത്തിന്റെ അധികാരവും ലോകത്തിന്റെ സമ്പത്തും കൊടുത്തിട്ടുണ്ട്. ആ ദുൽഖർനൈനി മഹാനായിരുന്നു. രാത്രി പോലും കണ്ണിന് കാഴ്ചയുള്ള വലിയൊരു വലിയായിരുന്നു ദുൽഖർനൈനി. മൂന്നാമത് അള്ളാഹു ലോകത്തിന്റെ അധികാരവും ലോകത്ത് കണക്കില്ലാത്ത സമ്പത്തും കൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്. ഇമാം മഹദിയാണ്. ഇമാം മഹദി ഇമാം വരാനിരിക്കുന്നുണ്ട്. സമ്പത്തിന്റെ വലിയ കുമ്പാരവുമായിട്ടാണ് ഇമാം മഹദി വരാനിരിക്കുന്നത്, ലോകത്തിന്റെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി. മഹദിയുടെ അടുക്കൽ ആളുകൾ ചെല്ലും, എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ മഹദി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? പാത്രം കൊണ്ടുവന്നവന് കൊണ്ടുവന്ന പാത്രത്തിൽ നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കും. പാത്രമില്ലെങ്കിൽ നിന്റെ തുണി വിരിക്കാൻ വേണ്ടി പറയും. വിരിച്ചിട്ട തുണിയിലേക്ക് സ്വർണത്തിന്റെ നാണയങ്ങൾ ഇമാം മഹദി വാരി നിറച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സമ്പത്ത് കൊടുത്ത ഖുർആൻ ചർച്ച ചെയ്ത 3 പേരും മുഅ്മിനീങ്ങളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. 2 പേർക്ക് കാഫിരീങ്ങൾക്ക് അള്ളാഹു ഭൂമിയുടെ അധികാരവും സമ്പത്തും നിറച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമ്പത്തും സമ്പാദ്യവും ഒക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊരു മോശമല്ല. പക്ഷെ അതിൽ ബർക്കത്തുണ്ടാകുമ്പോഴാണ് മനുഷ്യനതിൽ സംതൃപ്തി ഉണ്ടാവുക, അതിന്റെ ലാഭനഷ്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ആ സമ്പത്തിൽ ബർക്കത്തില്ല എന്നുള്ളതാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സഹാബി നബിയുടെ അടുക്കൽ വന്നൊരിക്കൽ ചോദിച്ചു, നബി അഅ്തിനി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും തരണം. റസൂൽ അദ്ദേഹത്തിന് കൊടുത്തു. വീണ്ടും അദ്ദേഹം കൈനീട്ടി, അഅ്തിനി യാ റസൂലല്ലാഹ്, ഇനിയും തരണം. റസൂൽ വീണ്ടും കൊടുത്തു. വീണ്ടും കൈനീട്ടി, അഅ്തിനി യാ റസൂലല്ലാഹ്, വീണ്ടും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ ഹക്കീമേ, നിനക്ക് ആ 3 വട്ടം തന്നില്ലേ, നീ മനസ്സിലാക്കണം, ഇന്ന ഹാദൽ മാല ഹുളുറുൻ ഹൽവുൻ, സമ്പത്ത് പച്ചപ്പുള്ളതാണ്, മധുരമുള്ളതാണ്. നീ ഇത് വാങ്ങുന്നത് സഖാവത്തു നഫ്സോടുകൂടിയാണെങ്കിൽ, ഈ സമ്പത്ത് മനുഷ്യർക്ക് കൊടുക്കണം, ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ചെയ്യണം, ഇതെന്റേതു മാത്രമല്ല, എനിക്ക് മാത്രമല്ല എന്നുള്ളൊരു വിശാല മനസ്സോടുകൂടിയാണ് നീ ഇത് വാങ്ങുന്നതെങ്കിൽ ഭൂരിക്കലൊക്കെ നിനക്ക് ഇതിൽ ബർക്കത്തുണ്ടാകും. അപ്പൊ സമ്പത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ സ്വാർത്ഥത വെടിയണമെന്നർത്ഥം. ഇതെനിക്ക് മാത്രമല്ല, ഇതുകൊണ്ട് പാവങ്ങളെ സഹായിക്കണം, ഇല്ലാത്തവന് കൊടുക്കണം. ഈ ഒരു മനസ്ഥിതി സമ്പാദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആ അള്ളാഹു ആ സമ്പത്തിൽ ബർക്കത്ത് നിലനിർത്തും, അതൊരിക്കലും നശിപ്പിച്ചു കളയൂല. അങ്ങനെയുള്ള ഒരു കച്ചവടത്തിൽ പൊട്ടൂല. ഹക്കീമിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇനി ഇത് വാരിക്കൂട്ടുന്നത് ആർക്കും കൊടുക്കണ്ട, എനിക്ക് മാത്രം, എനിക്ക് സമ്പാദിക്കണം, എനിക്ക് എന്റെ കുടുംബത്തിനുണ്ടാക്കണം എന്ന സ്വാർത്ഥതയോടുകൂടിയാണെങ്കിൽ ലം യുബാറക് ലക, നിന്റെ കച്ചവടം പൊട്ടും. കാരണം അള്ളാഹു ഇതിൽ ബർക്കത്ത് നൽകിയിട്ടില്ല. അള്ളാഹു ബർക്കത്ത് നൽകിയില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവന് മതിയാകൂല. വിശ്വാസം പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് മതി വരാത്തവനെ പോലെയായിരിക്കും നീ. എത്ര കിട്ടിയാലും പോരാന്ന് തോന്നും. ഒരു ദിവസം പോലും നിനക്ക് സംതൃപ്തമായി ഉറങ്ങിക്കിടക്കാൻ കഴിയില്ല. കാരണം നിന്റെ സമ്പാദ്യത്തിന്റെ ലക്ഷ്യം തെറ്റിപ്പോയി. അപ്പൊ ലക്ഷ്യം നന്നാവുക എന്നുള്ളതാണ് സമ്പത്തിൽ ബർക്കത്തുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റിയത്? റസൂലിന്റെ മുന്നിൽ സ്വർഗം കാശ് കൊടുത്തു വാങ്ങിയതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ 2 അനാഥ മക്കളുമായി ജീവിക്കുന്നുണ്ട്. വാപ്പ മരിച്ചുപോയി, യതീമീങ്ങളാണ് ഈ മക്കൾ. തൊട്ടടുത്തൊരു മുനാഫിക്കിന്റെ പുരയിടമുണ്ട്. അവന്റെ പറമ്പിൽ നിന്ന് 2 ഈത്തപ്പനകൾ ഈ യതീമീങ്ങളുടെ പറമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ രാവിലെ എഴുന്നേറ്റാൽ, ഈ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്റെ പറമ്പിലേക്ക് വീണ മുനാഫിക്കിന്റെ ഈത്തപ്പഴങ്ങൾ അവന്റെ പറമ്പിലേക്ക് പറക്കിയിടും. കാരണം കണ്ണും തിരുമ്മി എണീച്ചു വരുന്ന യതീമക്കൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ മക്കൾ ഇത് കണ്ടാൽ എടുത്തു കഴിക്കും. അവർക്ക് ഹലാലും ഹറാമും അറിയില്ല. ആരോ ഈ വിവരം റസൂലിന്റെ അടുക്കൽ എത്തിച്ചു. റസൂലെ, ആ 2 ഈത്തപ്പനകൾ ഈ യതീമീങ്ങൾക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് മുനാഫിക്കിനോട് അങ്ങൊന്ന് പറയണം. മുനാഫിക്കാണ്, റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കാനുണ്ട്.
റസൂലുള്ളാഹി മുനാഫിക്കിനെ വിളിച്ചു പറഞ്ഞു, ആ 2 ഈത്തപ്പന മരമായ യതീമക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ 2 തോട്ടങ്ങൾ നിനക്ക് ഞാൻ തരാം. അതിന്റെ ആ മുനാഫിക്ക് പറഞ്ഞ മറുപടി, ലാ അബിയുൽ ആജില ബിൽ ആജിലി, കയ്യിലിരിക്കുന്നത് കടത്തിന് വിൽക്കണ പരിപാടി പണ്ടേ എനിക്കില്ല, ആ പണി എന്നോട് പറയണ്ട, ഇപ്പൊ എന്തെങ്കിലും കിട്ടോ ഞാൻ വിൽക്കാം. മുനാഫിക്ക് പറയേണ്ട മറുപടി തന്നെയാണ് പറഞ്ഞത്, നാളെ സ്വർഗത്തിൽ 2 തോട്ടത്തിന് വേണ്ടി ഇവിടെ 2 ഈത്തപ്പന കൊടുക്കാൻ തയ്യാറല്ല. വിവരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉസ്മാൻ ചോദിച്ചു, റസൂലേ എനിക്ക് മേടിച്ചു തരുമാ 2 തോട്ടങ്ങൾ, ഞാൻ ആ ഈത്തപ്പന മേടിച്ചു കൊടുക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് കൊടുത്തു. ഉസ്മാൻ ആ മുനാഫിക്കിനോട് എന്ന് പറഞ്ഞു, നിന്റെ തോട്ടം എനിക്ക് വിൽക്കാവോ? മുനാഫിക്ക് തയ്യാറായി, വലിയൊരു വില പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും കുറച്ചു ചോദിക്കാൻ പോയില്ല. അവൻ പറഞ്ഞ വിലയ്ക്ക് തോട്ടം വാങ്ങി റസൂലിനോട് എന്ന് പറഞ്ഞു, റസൂലെ തോട്ടം വാങ്ങി ഞാൻ ആ യതീമിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, തോട്ടം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സഹാവത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. തന്റേതു മാത്രമല്ല, ഇതിനകത്ത് ഇല്ലാത്തവൻ അവകാശമുണ്ടെന്നുള്ള തിരിച്ചറിവ്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. സഹാബാക്കൾ വലിയ പ്രയാസമുള്ള ഘട്ടത്തിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. മദീനയിൽ വലിയ ചൂടാണ്, ഈത്തപ്പന മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, അവരുടെ സമ്പാദ്യ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചു, നാളെ തബൂക്കിന് പോകണം, പൈസ ഇല്ല കയ്യിൽ, എല്ലാവരും സംഭാവന ചെയ്യണം. ആരും എണീറ്റില്ല സംഭാവനയുമായി, ആരുടെ കയ്യിലും ഒന്നുമില്ല. അപ്പോഴാണ് ധനാഢ്യനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് എന്നിട്ട് പറഞ്ഞ, അലയ്യ ബി മിഅത്തി ബഈരിൻ യാ റസൂലല്ലാഹ്, 100 ഒട്ടകം ഞാൻ തരാം, 100 ഒട്ടകം എന്റെ വക, അതിന്റെ എല്ലാ സാമഗ്രികളും ഉൾപ്പെടെ. റസൂലുള്ളാഹി ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ഉസ്മാന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഉസ്മാനെ പരിഗണിച്ചില്ല. റസൂലിന്റെ രീതി അതല്ല. ശരിക്കും ഒരാളൊരു സംഭാവന തന്നാൽ റസൂൽ ദുആ ചെയ്യലുണ്ട്. ഇപ്പോൾ ഉസ്മാന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചില്ല, ഉസ്മാന്റെ നേരെ തിരിഞ്ഞു നോക്കിയില്ല. കുറച്ചു കഴിഞ്ഞ് ഉസ്മാൻ ഇരുന്നു. റസൂലുള്ള വീണ്ടും സംഭാവന ചോദിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഉസ്മാൻ എണീറ്റിട്ട് പറഞ്ഞു, അലയ്യ ബി മിഅത്തി ബഈരിൻ യാ റസൂലല്ലാഹ്, 200 ഒട്ടകം എന്റെ വക റസൂലെ, നാളെ തബൂക്കിന് വേണ്ടി 200 ഒട്ടകം. റസൂലുള്ള ഫലം യൽതഫിത്തിലെ ഉസ്മാനെ പരിഗണിച്ചില്ല. മൂന്നാമത് എണീറ്റ് എന്നിട്ട് പറഞ്ഞു, അലയ്യ ബി സലാസമിഅത്തി ബഈരിൻ, 300 ഒട്ടകം ഞാൻ തരാം. റസൂൽ ഉസ്മാനെ പരിഗണിച്ചില്ല, ഉസ്മാനു വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, വീട്ടിൽ ചെന്നു. തന്റെ ഖജനാവിൽ നിന്നും 1000 സ്വർണ്ണ നാണയങ്ങൾ ഒരു കിഴികെട്ടി റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടു. 1000 സ്വർണ്ണ നാണയങ്ങൾ, 1000 ദിനാറുകൾ. അതുമായി വന്ന് റസൂലിന്റെ അടുക്കൽ വരുമ്പോൾ റസൂല കെട്ടഴിച്ച് തന്റെ മടിക്കുത്തിലേക്ക്, തന്റെ തുണിയിലേക്ക് അത് കെട്ടഴിച്ചിട്ടിട്ട് കുട്ടികൾ കല്ലുകൊണ്ട് കളിക്കും പോലെ ദിനാറുകൾ ഇട്ടിങ്ങനെ കളിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഉസ്മാൻ എന്ത് തെറ്റ് ചെയ്താലും അവന് വിഷയമല്ല, ഉസ്മാന് സ്വർഗം. ഇനി ഉസ്മാൻ മാ അമില ബഅദു ഉസ്മാനു, ഉസ്മാൻ ഇതിനുശേഷം എന്ത് ചെയ്താലും ഇനി വിഷയമല്ല. സ്വർഗം പൈസ കൊടുത്ത് വാങ്ങിയാണ് സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നമ്മളെ കൊണ്ടും കഴിയും. നമ്മുടെ സമ്പത്ത് നമ്മുടേത് മാത്രമല്ല, അതിൽ പലർക്കും അവകാശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തിന്റെ ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ശക്തമായി താക്കീത് ചെയ്തൊരു ഭാഗം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ടക്കാരോട് പുത്തമ്പള്ളി മഹലിലുള്ള ആളുകളോട് സക്കാത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സക്കാത്തിന്റെ ആവശ്യകത പറയേണ്ട ഒരു കാര്യമില്ല. ഓർമ്മപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലുണ്ട്. വലിയൊരു ഫണ്ട് നമ്മൾ സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, വലിയൊരു സംഖ്യ നമ്മുടെ സക്കാത്ത് ഫണ്ടിലേക്ക് കുറച്ച് എത്തേണ്ടതുണ്ട്. സക്കാത്ത് നിർബന്ധമായ മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് ആ ഫണ്ട് അവരുടെ സക്കാത്തിന്റെ വിഹിതം ഏൽപ്പിച്ചുകൊണ്ട്, വക്കാലത്തെന്ന നിലയ്ക്ക് നമ്മുടെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചുകൊണ്ട്, ഷാഫി മദ്ഹബിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ അത് വിതരണം ചെയ്യുന്ന രീതി നമ്മുടെ മഹലിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര പ്രാവശ്യമാണ് താക്കീത് നൽകിയത്? ഹഖ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. പാവപ്പെട്ടവന്റെ അവകാശമാണത്. അത് കൊടുത്തില്ലെങ്കിൽ 50,000 കൊല്ലത്തെ മഹ്ശറ വരാനിരിക്കുന്നുണ്ട്. മൻ അതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സക്കാത്തഹു, അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ മുത്തുറസൂല് പറഞ്ഞു 50,000 കൊല്ലത്തെ മഹ്ശറയിൽ അവന്റെ കഴുത്തിലേക്ക് ഒരു പാമ്പിനെ അള്ളാഹു തആല അണിയിച്ചു നിർത്തും. പാമ്പിനെ അള്ളാഹു തആല വളയമായിട്ടിടും. മുസ്ലിലോ ഷുജാൻ, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. 50,000 കൊല്ലം ഇവന്റെ സമ്പത്തിനെ അള്ളാഹു പാമ്പായി രൂപമാറ്റം വരുത്തിക്കൊണ്ട് അവന്റെ കഴുത്തിൽ അണിയിക്കും. അത് പറയും, അനമാലുക്ക അന കൻസുക്ക, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച നിന്റെ സമ്പത്തുണ്ടല്ലോ, ഞാൻ ആ സമ്പത്താണ്. ഇന്ന് പാമ്പിന്റെ രൂപത്തിൽ അള്ളാഹുവിനെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അവന്റെ വായിന്റെ 2 ഭാഗങ്ങളിൽ പിടിച്ചുകൊണ്ട് കടിച്ചുകൊണ്ടിരിക്കും 50,000 കൊല്ലത്തെ മഹ്ശറയിൽ. അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമാണ്. പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഇത് കൊടുത്തിരിക്കണം, നമ്മുടെ ഔദാര്യമല്ല. ഹക്ക എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ മുതൽ മോഷ്ടിച്ചവന്റെ കൈമുറിക്കാൻ പാടില്ല എന്നാണ്. മോഷ്ടിച്ചവന്റെ കൈമുറിക്കണം, പക്ഷെ സക്കാത്തിന്റെ മുതൽ മോഷ്ടിച്ച ഫക്കീറിന്റെ കൈമുറിക്കാൻ പാടില്ല. അവനെടുത്തത് അവന്റെ അവകാശമാണ്. എടുത്ത വഴി തെറ്റാണ്, മോഷണത്തിലൂടെ ആണെങ്കിൽ പോലും എടുത്തത് അവന്റെ അവകാശമാണ്. അതവന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ടവന് കടം വാങ്ങണമെങ്കിൽ
തൊട്ടടുത്ത മുതലാളിയുടെ സക്കാത്തിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ ഇവന് കടം വാങ്ങാം. പലചരക്കടയിൽ പോയി അരി കടം വാങ്ങാം, സാധനങ്ങൾ കടം വാങ്ങാം. അപ്പൊ കടക്കാരൻ ചോദിക്കുക, നീ എവിടെന്നാ വീട്ടുകാന്ന് ചോദിച്ചാൽ, എന്റെ അടുത്ത മുതലാളിയുടെ സക്കാത്ത് കൊടുക്കേണ്ട വർഷമായിട്ടുണ്ട്, ആ വർഷമാകുന്നതോടുകൂടി അതെന്റേതായി തീരും, ഞാൻ അപ്പോൾ കടം വീട്ടിക്കൊള്ളാം എന്ന് പറയാൻ കഴിയും. ഒരു കടം വാങ്ങുമ്പോൾ അത് വീട്ടാനുള്ള മാർഗം കണ്ടെത്തണം. മാർഗം ഇവിടെയുണ്ട്. എന്റെ അയൽവാസിയായ മുതലാളിക്ക് സക്കാത്ത് കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധമായ ബാധ്യത, ലാ തുഖ്ബലു സലാസിൻ ഇല്ലാ മാ സലാസിൻ, 3 കാര്യങ്ങൾ അല്ലാഹു തആല ടിൻസ് ആയിട്ടാണ് ഇന്ന് ചെയ്യിച്ചിരിക്കുന്നത്, ഇരട്ടകളാണ്. ഒന്നില്ലാതെ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. നിസ്കരിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ സക്കാത്ത് കൊടുത്തിരിക്കണം. എന്നല്ല, ഒരു നന്മയും പടച്ചോൻ സ്വീകരിക്കില്ല. 2.5% കൃത്യമായി വർഷാവർഷങ്ങളിൽ സക്കാത്ത് കൊടുക്കാത്തൊരു കച്ചവടക്കാരൻ, അവന്റെ ഒരു നന്മയും പടച്ചോൻ സ്വീകരിക്കില്ല. ഈ ജുമാ വെറുതെയാണ്, ഈ ജുമാ വെറുതെയാണ്. സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ജുമാ വെറുതെയാണ്, ഈ നമസ്കാരങ്ങൾ വെറുതെയാണ്. റമളാനിലെ നോമ്പ് വ്രതാവിലാണ്. ഒരു നന്മയും പടച്ചോൻ സ്വീകരിക്കില്ല. കാരണം പടച്ച തമ്പുരാൻ എല്ലാ നന്മകളെയും ബന്ധപ്പെടുത്തിയിരിക്കുന്നത് സക്കാത്തുമായിട്ടാണ്. സക്കാത്ത് കൊടുക്കുന്നില്ലേ, നിന്റെ ഒരു നന്മയും എനിക്ക് വേണ്ട. ഇത്ര കർശനമായി വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത വിഷയമാണ് സമ്പത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്. അത് റമളാനുമായി സത്യത്തിൽ ഒരു ബന്ധവുമില്ല. നമ്മുടെ കച്ചവട ചരക്കിന്റെ, നമ്മുടെ സമ്പത്തിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്താണ് സത്യത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ പോലും റമളാനിലേക്ക് പിന്തിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്, തെറ്റുമാണ്. സക്കാത്ത് നിർബന്ധമായി 1 സെക്കൻഡ് പോലും പിന്തിപ്പിക്കരുത്. അത് പിന്തിപ്പിക്കുന്ന തെറ്റായ രീതിയാണ്. ഓരോ സമയവും നമ്മൾ ചെയ്യുന്നത് ഹറാമുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് സമ്പത്തിന്റെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനിക്കുമാറാകട്ടെ. അള്ളാഹു കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ തിരിച്ചറിയുന്ന യഥാർത്ഥ സമ്പന്നരായി അള്ളാഹു നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. വാഹിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.